ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. അതിനായിട്ട് ഞാനൊരു ഗോൾഡൻ ബോയ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഈ ഒരു 2 സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു കളറും. പിന്നെ വരുന്നത് ഈ ഒരു കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ് വേണ്ടത്. പിന്നെ നമുക്കിത് പെന്നാണ്. ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ എടുത്തേക്കുന്നതാണ്. ഇതില്ലെങ്കിലും സാരമില്ല, അല്ലെ നമുക്കിങ്ങനെ കൈ വെച്ചാണെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് നിർബന്ധമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ ബാൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത്രയും ഭാഗം വിട്ടിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. വളരെ നല്ല ഗ്ലൂ ആണിത്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കളർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ഇച്ചിരി ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു കളറാണ് ഇത്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെയൊക്കെ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. അതിനുശേഷം നമുക്ക് ഗ്രീൻ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, പിന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റോണെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ പെട്ടെന്നൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുട്ടികളുടെ ഉടുപ്പിനനുസരിച്ച് ഡ്രസ്സിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുകൊണ്ട് നമുക്ക് സെൻറ്റർ ക്ലിപ്പ് ചെയ്യാം, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അടിപൊളിയല്ലേ? നമുക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പരസ്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഫ്രീ ആയിട്ട് 2 ബോയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം അങ്ങനെ നമുക്ക് പരസ്യം. അപ്പോൾ അവർ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും ഇതുപോലെ ഒന്ന് ചെയ്തു തരാമോ. അപ്പോൾ അവരൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ കഴിയുമെന്നൊക്കെ അവർ നമ്മുടെ ക്രാഫ്റ്റ്, നമ്മുടെ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കുക. എന്നാലേ നമുക്ക് കൂടുതലായിട്ട് വർക്ക് കിട്ടത്തുള്ളൂ. ഇതിലൂടെ വരുമാനം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം, മുത്തും ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം, പിന്നെ കോൺഫ്ലവർ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഹെയർ ബാൻഡ് മെറ്റീരിയലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ നമുക്ക് ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്തിട്ട് പിന്നെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാം, ഫ്രണ്ട്സിനോടൊക്കെ പറയാം, സ്റ്റാറ്റസ് ഇടാൻ പറയാം. അങ്ങനെയൊക്കെ നമുക്കതൊക്കെ അങ്ങനെയാണ്. നമ്മൾ ക്യാഷ് കൊടുക്കാതെ ഉള്ള പരസ്യം അതൊക്കെ. അങ്ങനെയൊക്കെ പലരും അറിയപ്പെടും.
പിന്നെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ആരും കണ്ടില്ല അല്ലെ റിപ്ലൈ തന്നില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ നിർത്തരുത്. സ്ഥിരം തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പം ശ്രദ്ധിക്കത്തില്ല. ഒരു 3-4-5 പ്രാവശ്യം നമ്മുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ അവരുടെ മൈൻഡിൽ ഈ ഒരു സംഭവം വരും, ഇന്നാൾ ഇന്ന പോലെ ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആവശ്യം അവർക്ക് ഉണ്ടാകുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അതാണ് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക മറ്റുള്ളവർ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്. അത് നമ്മളിങ്ങനെ ബിസിനസ്സായിട്ട് ഏറ്റെടുക്കുന്നവരുടെ കാര്യമാണ്. അല്ലാതെ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാം, പിന്നെ ഫ്രണ്ട്സിന് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാം, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാം. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവരുടെ ബോറടിയും മാറും. നല്ല രീതിയിൽ തന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും കിറ്റുകളൊക്കെ ഇടുന്നില്ല. ഇപ്പൊ കൂടുതലും ഇങ്ങനെ മേക്കപ്പ് ഒത്തിരി പേര് പറഞ്ഞ് കിറ്റ് മാത്രമേ ഉള്ളൂ, അപ്പൊ ഞങ്ങൾക്ക് ഇത് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസുകളൊക്കെ ഒന്ന് ഇടുമോ? ഫസ്റ്റ് തുടക്കക്കാരാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസ് അങ്ങനെ ഇടാമോ എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് കമന്റ് ഇട്ടു. അത് വാട്സപ്പിലൊക്കെ വന്ന് മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു. അത് പ്രകാരമാണ് ഇപ്പൊ കൂടുതലായിട്ടും ഇങ്ങനെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ കൂടുതലും ഇടുന്നത്. കിറ്റുകളൊക്കെ ഇടുന്നത് വളരെ കുറവാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ക്ലിയറൻസ് എന്നും പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒത്തിരി പേര് വന്ന് ഇങ്ങനെ വാട്സപ്പിലൂടെ തന്നെ ചോദിച്ചതാണ്, ഇതൊക്കെ ഒരു കിറ്റായിട്ട് ഇടുവാണെങ്കിൽ ഞങ്ങൾക്കത് വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കിറ്റെന്നല്ല എല്ലാം കൂടെ സ്റ്റോക്ക് ക്ലിയറൻസ് എന്നും പറഞ്ഞിട്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാണ് അങ്ങനൊരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ചെറിയ ഒരു കിറ്റ്, അതായത് വലിയ എമൗണ്ടിന്റെ അവർക്ക് പറ്റത്തില്ല. അപ്പൊ അവർക്കൊക്കെ അത് വലിയ എമൗണ്ടിന്റെ ചെയ്യാൻ പേടിയാണ്. കാരണം ഇത് സെയിലാകുമോ, നമ്മുടെ ഇത് പൈസ പോകുമോ, സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ആകുമോ എന്നൊക്കെ ഒരു ഭയമാണ് അവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അവർ പറയുന്നത് വലിയ പ്രൈസിലുള്ള കിറ്റുകളല്ലാതെ ചെറിയ പ്രൈസിലുള്ള ബീഡ്സിന്റെയും അതുപോലെ ഗ്ലിറ്റർ ട്യൂബിന്റെ ഒക്കെ അതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ബീഡ്സും ഗ്ലിറ്റർ ട്യൂബും ഒക്കെ വെച്ചിട്ടുള്ളൊരു കിറ്റൊക്കെയാണ് ഇടാമോ എന്നൊക്കെ ചോദിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലിപ്പം മേക്കിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് മുമ്പൊക്കെ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ പിന്നെ ഒത്തിരി കിറ്റുകളുടെ വീഡിയോ ആണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ കിറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ച അങ്ങനെയാണ്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഈ ഒരു മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ട് കഴിയുമ്പം പിന്നെ നമുക്ക് കിറ്റും കൂടെ എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും ഈ ഒരു സംഭവമൊക്കെ ചെയ്യാൻ തന്നെ ഇരിക്കുന്നത്. അന്നേരം അതിനോട് സമയം കിട്ടത്തില്ല. അപ്പോഴത്തേനും അവർ വരാറാവും. ഇതൊക്കെ ഒരു ദിവസം അങ്ങനെ ഒരു കിറ്റൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അതായത് 100 രൂപ മുതലുള്ള കിറ്റുകളൊക്കെ ഇടാനാണ്. പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുമ്പം ഒരു 100 രൂപയുടെ ഇട്ടാലും 200 രൂപയുടെ ഒരു കിറ്റ് ഇട്ടാലും ഷിപ്പിംഗ് ചാർജ് 50 രൂപ വരും. അപ്പം നിങ്ങൾക്കത് നഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാഭം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മൾ 100 രൂപയുടെ സാധനം വേണമെങ്കിൽ കൊടുക്കും, 50 രൂപയുടെ സാധനം വേണം ബീഡ്സ് ഒക്കെ ആണെങ്കിലും കൊടുക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നഷ്ടമാണ്. എനിക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വാങ്ങിക്കുന്ന നിങ്ങൾക്കത് നഷ്ടമായിട്ടിരിക്കും. അതുകൊണ്ടാണ് വാങ്ങിക്കുമ്പോൾ ഒരു 300 രൂപയുടെ ഒരു 350 രൂപയുടെ ഒക്കെ കിറ്റായിട്ടൊക്കെ വാങ്ങിക്കുന്നവർക്കാണ് ലാഭം. അപ്പൊ നമ്മൾ കുറച്ചേറെ സാധനങ്ങളും വരും. എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുമല്ലേ, അപ്പൊ അത് പിന്നീട് ഇരുന്നാലും നമുക്കത് പ്രയോജനമാണ്. അന്നേരം നിങ്ങൾ അതനുസരിച്ച് വാങ്ങിക്കുവാണെങ്കിൽ നല്ലതാണ്.
അപ്പോൾ ഷിപ്പിംഗ് ചാർജ് അവിടെ ലാഭമല്ല. എന്ന് വെച്ചാൽ 100 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ചിലപ്പം വന്നു കഴിയുമ്പോഴായിരിക്കും അയ്യോ എനിക്കത് ആ ഒരു ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് ചെയ്യാമായിരുന്നു. അപ്പോഴായിരിക്കും ഓരോ ഐഡിയകളൊക്കെ വരുന്നത്. നമ്മൾ ഏറെ അല്ലെങ്കിൽ ഒരു ബീഡ്സും കുറച്ച് വയർ ബോയും പിന്നെ ഗ്ലിറ്റർ ട്യൂബും അങ്ങനെ നമ്മൾ വയർ ബോ വെച്ചിട്ടുള്ള ഒരു കോംബോ കാണുമല്ലോ. ഒരു വയർ ബോയും കൊണ്ട് നമുക്ക് ഗ്ലിറ്റർ ട്യൂബും കൊണ്ട് ഹെയർ ബാൻഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മൾ ഹെയർ ബാൻഡ് എടുക്കുമ്പോൾ ആദ്യമായിട്ട് തുടക്കക്കാരാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബീഡ്സും എടുക്കും, അതിൻ്റെ കൂടെ തന്നെ ഗ്ലിറ്റർ ട്യൂബും കൂടെ എടുത്തോളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോം ഫ്ലവർ ഒക്കെ വെച്ച് ചെയ്യുന്നവർക്കാണേലും സാറ്റിൻ ബോയാണ് കൂടുതലായിട്ടും എല്ലാവരും വാങ്ങിക്കുന്നത്. പിന്നെ അല്ലാതെ ഇതുപോലത്തെ ഗോൾഡന്റെ ബോ ഉണ്ട്, പിന്നെ ഇതേപോലെ തന്നെ സിൽവർ കളർ ബോയും ഉണ്ട്. അപ്പൊ അങ്ങനെയും വാങ്ങിക്കുക. പിന്നെ ഈ സാറ്റിൻ റിബൺ കിട്ടും. റിബണും കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഈ സാറ്റിൻ ബോ അല്ലാതെ ഇതുപോലത്തെ ഗോൾഡനും സിൽവർ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു റിബൺ വെച്ച് ചുറ്റിയിട്ട് നമുക്ക് ആ ഒരു പിന്നെ ഫോം ഫ്ലവർ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അത് തന്നെയല്ല, അങ്ങനെ റിബൺ വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് റിബണും കൊണ്ട് നല്ല ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഗൻസ റിബണും കൊണ്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയ വീഡിയോ, മേക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സാറ്റിൻ ബോയും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓർഗൻസ റിബണും കൊണ്ടൊക്കെയും ഫ്ലവർ ഉണ്ടാക്കാം. നല്ല രസം, നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ റിബൺ വെച്ചിട്ട് നമുക്ക് വലിയ വലിയ പൈസയൊക്കെ കൊടുത്തിട്ട്, തുടക്കക്കാരുടെ കാര്യമാണ്, വലിയ പൈസ കൊടുത്ത് ഫ്ലവർ ഒക്കെ വാങ്ങിച്ച് ഒട്ടിക്കുന്നതിനേക്കാളും നമ്മൾ ഒരു റോള് സാറ്റിൻ റിബൺ വരുന്നതിന് ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 18 രൂപയായിരിക്കും അത്ര ചിലവ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഹെയർ ബാൻഡിൽ അത് ചുറ്റിയെടുക്കാനും സാധിക്കും. ഒരു കുറഞ്ഞ ചിലവിൽ നല്ല ഭംഗിയായിട്ട് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ഫ്ലവർ ഒക്കെ മേക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നേക്കാളും നല്ലത് അത് നല്ലതാണ് കേട്ടോ. തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തുടക്കക്കാരായ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പോവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് പെട്ടെന്ന് തന്നെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്ന ഒരു ഇതേ വരുന്നുള്ളൂ. നമുക്ക് ഇതിനകത്ത് വലിയ പണിയൊന്നും വരുന്നില്ല അല്ലേ. ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രയോജനകരമായുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ബോ മേക്കിങ്ങിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒക്കെ വീഡിയോസാണ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്